നമുക്ക് ഫോക്സ് ട്രേഡിംഗ് പഠിച്ചാലോ? അതും 90 സെക്കൻഡ്സിനുള്ളിൽ. ലെറ്റ്സ് ഡു ഇറ്റ്. പാർട്ട് 2 പിപ്സ്. പിപ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻ പോയിൻറ്റ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. നമ്മുടെ ഫോക്സ് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പിപ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിപ്പിൻ്റെ മൂവ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണതും ലോസ് ഉണ്ടാവുന്നതും ഒക്കെ ഇതിൽ നിന്നാണ്. പിപ്പ് ആസ് എ ട്രേഡർ എന്താ അറിയേണ്ടത്? പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി. സോ നമുക്കൊരു ചാർട്ടിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലാവേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4th ഡെസിമൽ പ്ലേസ് ആണ് പിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ? യൂറോ USDയിലാണെങ്കിൽ അങ്ങനെയാണ്. മോസ്റ്റ് ഓഫ് ദി കറൻസിയിൽ ഇങ്ങനെ തന്നെയാണ്. സോ ഇവിടെ 4th കറൻസി വരുന്നത് എത്രയാണ്? 4 ആണ്. 4th ഡെസിമൽ പ്ലേസ് വരുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ? പിന്നെ ഇങ്ങോട്ടാണ് പോവുക ഇതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ 24 ആയി, റൈറ്റ്? ഇത് സിംഗിൾ ഡിജിറ്റ്, ഇത് ഡബിൾ ഡിജിറ്റ്, അങ്ങനെയാണ് ഇതിൽ വരിക. സോ ഇവിടെ അങ്ങനെയാണെങ്കിൽ 05 അല്ലേ? 5 ആണ് ഇവിടുത്തെ 4th ഡെസിമൽ പ്ലേസ്. എന്നിട്ട് 3rd ഡെസിമൽ പ്ലേസ് ആയിട്ടുള്ള 0 കൂടി എടുത്തു. അപ്പോൾ നമുക്ക് എത്രയായി? 05 ആണ് ഇവിടെ ഉള്ളത്, 24 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് ഡിഫറൻസ് എത്രയാണ്? 5 മൈനസ് 24 അല്ലെങ്കിൽ 24 മൈനസ് 5 എത്രയാണ്? 19, റൈറ്റ്? അപ്പോൾ 19 ആണ് ഇവിടുത്തെ പിപ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വലിയ നോളജൊന്നും ആവശ്യമില്ല. വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ഈസി ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ USD JPY എടുക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ മെത്തേഡ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ USD JPYയിൽ 2nd ഡെസിമൽ തൊട്ടിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. സോ നമുക്ക് അതിൻ്റെ പകരം മെഷർമെൻറ്റ് ടൂൾ എടുക്കുക. ഇതാണ് മെഷർമെൻറ്റ് ടൂള്. അവിടുന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിർത്തേണ്ടത്, അതിനനുസരിച്ച് പിപ്പ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഈസി ആൻഡ് സിമ്പിൾ. 63.3, റൈറ്റ്? സോ ഇത്ര ഉള്ളൂ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ. വലിയ ടഫൊന്നുമില്ല. ജസ്റ്റ് മെഷർമെൻറ്റ് ടൂൾ എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിലും നിങ്ങൾ നല്ല സമയം സ്പെൻഡ് ചെയ്യണതും ട്രേഡിങ്ങിൽ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പിപ്പാണ്, എത്ര പ്രോഫിറ്റ് കിട്ടും ഒരു പിപ്പെന്ന്, എത്ര ലോസ് കിട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പേരിൽ അത് ഡിഫറെൻ്റ് ആണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം യൂറോ USDയിലും ഒക്കെ വരുമ്പോൾ സെയിം ആണ്. അവരുടെ പിപ്പ് പാറ്റേൺ ഒക്കെ സെയിം ആണ് കറൻസീസിലൊക്കെ. പക്ഷേ ഈ ജാപ്പനീസ് കറൻസി വരുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. സോ ദാറ്റ് ബീങ് സെഡ്, താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. താങ്ക് യു ഗൈസ്. പീസ് ഔട്ട്.